pot on the banana. Now let's wash this towel. സോപ്പിട്ട് കഴുകിയിട്ട് മാത്രമേ ഫുഡിൻ്റെ അടുക്കലോട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗ്രീൻ ഹൗസ് ക്ലീൻ ലിക്വിഡ് ഇടുന്നു, പതപ്പിക്കുന്നു. എന്നിട്ട് ഈ കാണിച്ചിരിക്കുന്ന വ്യക്തിയെ നിങ്ങൾക്ക് പരിചയമുണ്ടാകും. പച്ച വീട്ടിൽ പ്രശ്നേഷ്. എവിടെ ചെന്ന് കഴിഞ്ഞാലും പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ളതാണ് പുള്ളിയുടെ സ്ഥിരം തൊഴിൽ. ഓവർ വൃത്തി കാണിച്ച് വൈറലായ ഒരു പർട്ടിക്കുലർ വ്യക്തി. നമ്മുടെ മണിച്ചിത്രത്താഴ് സിനിമയ്ക്കകത്ത് ശോഭനയുടെ ഒരു അസുഖം ഉണ്ടല്ലോ, ആ അസുഖത്തെക്കാട്ടിൽ കൂടിയ മാനസിക വൈകൃതത്തിന് ഉടമയാണ് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പഴം വരെയാണ് കഴുകി ഉപയോഗിക്കുന്നത്. എന്നാൽ ഈ കാണുന്ന വൃത്തിയൊക്കെ ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഒരു ദിവസം ഇയാളുടെ വാട്ടർ ടാങ്ക് ഒന്ന് തുറന്നു കാണിച്ചു. എൻ്റെ പൊന്നു ദൈവമേ, ആ വാട്ടർ ടാങ്ക് കണ്ടു കഴിഞ്ഞാൽ 10 ദിവസം നമ്മൾ വെള്ളം കുടിക്കത്തില്ല, അത്രയും വൃത്തികേടായിരുന്നു ആ വാട്ടർ ടാങ്കിൽ. ആ വ്യക്തിയാണ് ഈ വൃത്തിയും പ്രസംഗിച്ച് നടക്കുന്നത്. അപ്പോൾ ഇയാളുടെ ഈ ഓവർ വൃത്തി കാണിച്ച് കുറേ റീച്ചൊക്കെ യൂട്യൂബിൽ ഉണ്ടാക്കിയെടുത്തു. അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബ് ചാനലാണ്. എന്നാൽ ഈ വൃത്തി പരിപാടി ഇപ്പം അങ്ങോട്ട് ഏൽക്കുന്നില്ല. ഇപ്പം ഈ വൃത്തിയൊന്നും വെച്ചുകൊണ്ട് അങ്ങോട്ട് വൈറലാകാൻ പറ്റുന്നില്ല എന്ന് മനസ്സിലാക്കിയ പ്രശ്നേഷ് പുതിയ അടവുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ റീച്ച് ഉള്ളത് എന്തിനാണ്? ഫാമിലി ഡ്രാമയ്ക്കാണ്. അതായത് ഫാമിലിയിൽ എന്തെങ്കിലും വഴക്കുണ്ടായി കഴിഞ്ഞാൽ എൻ്റെ അച്ഛനും അമ്മേനെ ഇറക്കി വിട്ടു എന്ന് പറഞ്ഞ് കരയാറില്ലേ കുറേ ആൾക്കാർ. അതേപോലെ യൂട്യൂബിൽ വന്ന് കിടന്ന് ഫാമിലി ഡ്രാമ കളിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം റീച്ച് കിട്ടും, കുറച്ചും കൂടിയൊക്കെ ഒന്ന് ഫേമസ് ആകാൻ പറ്റും, ബിഗ് ബോസിൽ വേണമെങ്കിലും കയറി പറ്റാൻ പറ്റും എന്ന് മനസ്സിലാക്കിയ പ്രശ്നേഷ് ഇപ്പം ഫാമിലി ഡ്രാമയും കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. അച്ഛനെതിരെ അല്ല, അമ്മയ്ക്കും അനിയത്തിക്കും എതിരെയാണ് ഇവിടെ. അപ്പോൾ ഫോർച്യൂണർ വരെ ചിലപ്പോൾ വാങ്ങിക്കാൻ പറ്റിയാലോ ഈ ഫാമിലി ഡ്രാമയുടെ അവസാനം. അതുകൊണ്ട് ഇപ്പൊ വന്നിരുന്ന് അനിയത്തിയെയും അമ്മയെയും പള്ളു പറയുക എന്നുള്ളതാണ് പുള്ളിക്കാരന്റെ സ്ഥിരം പരിപാടി. ആദ്യം ഞാനൊരു വീഡിയോ കാണിച്ചു തരാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. അച്ഛനോട് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അച്ഛൻ പുറത്ത് പൈസയും കൊടുത്തിട്ട് ആളെ വെച്ചിട്ട് നടക്കാഞ്ഞ കാര്യങ്ങളാണ് കഴിഞ്ഞൊരു രാത്രി കൊണ്ട് ഫ്രീ ആയിട്ട് എൻ്റെ അമ്മ ചെയ്ത് കാണിച്ചത്. അനിയത്തി ഡിഗ്രി കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കൂടെ ഗ്രീൻ ഹൗസിൽ വരുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, നീ വരണമെങ്കിൽ വന്നു. ഇതിനകത്തുനിന്ന് ഞാൻ സോഷ്യൽ മീഡിയയുടെ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ എങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ടാക്കേണ്ടതെന്നൊക്കെ പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞു. അതൊക്കെ ഞാൻ പ്രോപ്പറായിട്ട് തന്നെ സെറ്റ് ചെയ്തു. പഠിക്കാനും പോകാണ്ട് പണിയെടുക്കാണ്ട് വീട്ടിൽ കുത്തിയിരുന്ന അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉള്ള ബോയ്സിനെ ഫോൺ വിളിച്ചിരുന്ന അനിയത്തിക്ക് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല, നിനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തോ, പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ നിന്റെ കാലിൽ നിന്നിട്ട് വേണം നീ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ. അതായത് സ്വന്തം കാലിൽ നിൽക്കാൻ ആദ്യം പഠിക്കുക. വല്ലാത്ത ജാതി തന്നെ. സ്വന്തം അനിയത്തിയെ കുറിച്ചിട്ടാണ് ഇങ്ങനെ വന്ന് പറയുന്നത്. അച്ഛനും അമ്മയും വീട്ടുകാരും ഒക്കെ തമ്മിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളും വഴക്കുകളും ഒക്കെ ഉണ്ടാകും. ഒന്നുമില്ലേലും സ്വന്തം ചോരയിൽ പിറന്ന കൂടപ്പറപ്പല്ലിയോടാ ഒരല്പം മര്യാദ കാണിക്കടേ. എൻ്റെ അമ്മ എന്നെ ഇറക്കി വിട്ടു, അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ അനിയത്തി എന്നെ ഇറക്കി വിട്ടു, ഇങ്ങനെയൊക്കെ പറയാം. ഇതൊരുമാതിരി വല്ലാത്ത പരിപാടിയൊക്കെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പറഞ്ഞതിൽ തന്നെ ഉണ്ട് ഇയാളുടെ യഥാർത്ഥ സ്വഭാവം എന്താന്നുള്ളത്, തനി നിറം എന്താന്നുള്ളത്. വൈറലാകണം, ആ ഒരു ഉദ്ദേശം മാത്രമാണ്, വേറെ ഒരു കാര്യമില്ല. അമ്മയെ അനിയത്തി ഇറക്കി വിട്ടു എന്നുള്ളത് പോലും മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മുതലാണ്, പ്രൊമോഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മുതലാണ്. ഒരു പരസ്യമുണ്ട്, ഞാൻ ആ പരസ്യം കൂടി കാണിച്ചു തരാം. അമ്മേനേത്തി ആളെ വെച്ചെടുപ്പിച്ച് നീയാണെങ്കിൽ ഡയറക്റ്റ് കർണം അടിച്ചു പൊട്ടിച്ച് കൊള്ളാടി, എനിക്ക് ഇത് തന്നെ വേണം. നീ എനിക്ക് നല്ലൊരു വാച്ച് വാങ്ങിച്ചു തന്നിട്ടുണ്ടോ? ആകെ വാങ്ങിച്ചു തന്നിട്ടുള്ളത് ഓൺലൈനിൽ നിന്ന് ഡ്യൂക്കിലി വാച്ച്. ഞാൻ പിന്നെ എന്നാ ചെയ്യേണ്ടത്? എടി ഓൺലൈനിൽ നടക്കുമ്പോൾ നല്ല ഓഫർ കിട്ടും, അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള കളക്ഷനും കിട്ടും. ഇനിയിപ്പോ സാരമില്ല, നിനക്ക് ഇഷ്ടമുള്ള മറ്റേ വാച്ചില്ല, അത് നമുക്ക് വല്ല കടയിലും കിട്ടുമോ നോക്കാം ബ്രോ. പിന്നെ കണ്ടില്ലേ, പ്രമോഷന് പോലും അമ്മയെയും അനിയത്തിയെയും വലിച്ചിട്ടേക്കാണ്. ഇതുപോലുള്ളവന്മാരെ എന്താണ് ചെയ്യേണ്ടത്? ഇത് വിശ്വസിക്കാൻ വേണ്ടിയിട്ട് കുറേ മണ്ടന്മാരും പൊട്ടന്മാരും നമ്മുടെ നാട്ടിലുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് ഇനിയെങ്ങാനും പ്രശ്നേഷന് ഫോർച്യൂണർ വാങ്ങിക്കാനുള്ള പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഇത് വല്ലാത്തൊരു ബിസിനസ് തന്ത്രമാണ് കേട്ടോ. ബിഗ് ബോസിലൊക്കെ പോകാനുള്ള ഉദ്ദേശം ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ഇനിയിപ്പോൾ ബിഗ് ബോസിൻ്റെ ഒക്കെ ഓഡിഷൻ നടക്കാൻ പോവുകയാണ്. ബിഗ് ബോസിലേക്കൊക്കെ ആൾക്കാരെ സെലക്ട് ചെയ്യുന്ന സമയമാണ്. അപ്പം മാക്സിമം സമൂഹത്ത് പ്രശ്നമൊക്കെ ഉണ്ടാക്കി സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വൈറലാകുന്നവരെയൊക്കെ ബിഗ് ബോസിലേക്ക് വിളിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതിനാണോ ഇയാൾ ഈ കടന്ന് തുള്ളുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു ബലമായ സംശയം. ഇയാളുടെ അനിയത്തി പറയുന്നത് അങ്ങോട്ട് ചെന്ന് വഴക്കുണ്ടാക്കിയതാണെന്നാണ്. കഷ്ടം തന്നെ, പരമ കഷ്ടം എന്നല്ലാതെ എന്താണ് പറയേണ്ടത്? ഇയാളുടെ താളത്തിനൊത്ത് തുള്ളുന്ന ആ ഭാര്യയെ വേണം ആദ്യം പറയാൻ വേണ്ടിയിട്ട്. ഇവക്കൊന്നും വേറെ ഒരു പണിയുമില്ലേ? അമ്മയെക്കുറിച്ചും അനിയത്തിയെക്കുറിച്ചും വന്നിരുന്ന് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ വന്നിരുന്ന് കുറ്റം പറയുവാണ്. അതും അനിയത്തിക്ക് 5-6 കാമുകന്മാരുണ്ടായിരുന്നു. ആ കൊച്ചിന്റെ ഭാവിയെങ്കിലും ഒന്ന് ആലോചിച്ചൂടെ? ഓക്കെ, അവർക്ക് കാമുകനുണ്ടോ കാമുകനില്ലയോ, നീ അവളുടെ സഹോദരനല്ലയോടാ. ഒരു മര്യാദ കാണിക്കടേ. നിനക്ക് ഫേമസ് ആകാൻ വേണ്ടി, നിനക്ക് വൈറലാകാൻ വേണ്ടിയിട്ട് എന്ത് തോന്നിവാസവും വന്നിരുന്ന് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അത് കേട്ട് മിണ്ടാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഈ നാട്ടിലുള്ള എല്ലാവരും പൊട്ടന്മാരൊന്നും അല്ല. നീ എങ്ങോട്ടേ കൈ തുള്ളുന്നു എന്നുള്ളത് മനസ്സിലായി. ഇവന് വൃത്തി കാണിച്ച്
മാക്സിമം വൈറലായി. ഇനിയിപ്പോൾ ആ വൃത്തി കൊണ്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. ഇനി കുറച്ച് നാൾ ഫാമിലി ഡ്രാമ ഇങ്ങനെ തള്ളി നീക്കും. ഇനിയിപ്പോൾ അനിയത്തിയുടെയും അമ്മയുടെയും പേര് വലിച്ചിട്ട് കുറേ വീഡിയോസും കൂടി ഇനി ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും. അല്ലെന്നുണ്ടെങ്കിൽ നോക്കിക്കോ, ഇപ്പോൾ ഒരു വലിയ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്താണ് പ്രശ്നമെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട്. ഇതിന് മുമ്പുള്ള ഇവന്റെ ലോങ് വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ല വ്യൂസ് കുറവാണ്. എന്നാൽ ഈ ലോങ് വീഡിയോസിന് അത്യാവശ്യം വ്യൂസ് കിട്ടും. ഇത് കേരളത്തിലെ വേറൊരു യൂട്യൂബറിനെ അനുകരിക്കുന്നതാണോ എന്നെനിക്കൊരു സംശയമുണ്ട്. ആ യൂട്യൂബർ ഫോർച്യൂണറൊക്കെ വാങ്ങിച്ചല്ലോ, അപ്പോൾ ഇയാൾക്കും ചിലപ്പോൾ ഫോർച്യൂണറൊക്കെ വാങ്ങിക്കാൻ പറ്റിയേക്കാം. ദയവ് ചെയ്തിട്ട് ഈ പാത വേറെ യൂട്യൂബർമാരും അനുകരിക്കരുത്. കുറേ ഫാമിലി യൂട്യൂബർമാരുണ്ടല്ലോ, അതുകൊണ്ട് ദയവ് ചെയ്ത് ബാക്കിയുള്ളവരും കൂടി ഇത് അനുകരിക്കരുത്. വളരെ ബോറാണ്. ട്രെൻഡിങ് ആവാൻ വേണ്ടിയിട്ട് സ്വന്തം കുടുംബത്തെ വരെ വന്ന് വലിച്ചിടുകയാണ്. നാണമില്ലല്ലോ ഇവനൊന്നും. ഒരല്പം ഉളുപ്പ് വേണം, ഒരല്പം മര്യാദ കാണിക്കണം. ഇങ്ങനെ ഫാമിലി ഡ്രാമ യൂട്യൂബിലൊന്നും കൊണ്ട് വലിച്ചിടാതെ ഇരിക്കുക. വളരെ ബോറാണ്. എനിക്ക് തോന്നുന്നു മലയാളികൾക്ക് മാത്രമാണെന്ന് തോന്നുന്നു ഇത്രയും സംസ്കാരമില്ലായ്മയുള്ളത്. ബാക്കിയുള്ള കൺട്രീസിലൊക്കെ അവരുടെയൊക്കെ യൂട്യൂബ് അക്കൗണ്ടും യൂട്യൂബ് ചാനലിലെ വീഡിയോസും ഒക്കെ ഒന്ന് കാണണം. അത്യാവശ്യം സ്റ്റാൻഡേർഡ് ഒക്കെയുള്ള വീഡിയോസാണ്. ഇവിടെ മാത്രം ഇങ്ങനെ ഫാമിലി ഡ്രാമ വലിച്ചിടുന്നു. അച്ഛൻ തല്ലി ഇറക്കി, അമ്മ തല്ലി ഇറക്കി, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, ഞുള്ളി പിച്ചി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യുന്നത് ഇവിടെ മാത്രമേ കാണത്തുള്ളൂ. ഈ മലയാളികൾക്കിടയിൽ മാത്രമേ കാണത്തുള്ളൂ. എന്നാൽ വല്ല ക്വാളിറ്റി ഉള്ള വീഡിയോസ് ആണോ ഇവനൊക്കെ പറക്കിയിടുന്നത്? അതുമല്ല. ഇനി ആ ലോങ് വീഡിയോയിൽ ഇവൻ കുറച്ച് കാര്യങ്ങളൂടെ പറയുന്നുണ്ട്. ആ കാര്യങ്ങളൂടെ നമുക്കൊന്ന് കേൾക്കാം. പറഞ്ഞ പോലെ ട്രോളൊക്കെ തുടങ്ങി. വീട്ടുകാർ, എൻ്റെ അമ്മ ഭയങ്കര സോഷ്യൽ മീഡിയ ഇങ്ങനെ കണ്ട് ഈ ഭയങ്കര തേർഡ് റേറ്റ് സാധനങ്ങളൊക്കെ കണ്ടിരിക്കുന്ന ടൈപ്പാണ്. അതായത് ഈ കുശുമ്പ് ചേറ്റകളുടെ വീഡിയോസ്, ട്രോളോളി എന്ന് പോലും പറയാൻ പറ്റില്ല, അതിനേക്കാളും താഴേക്കിടയിലുള്ള അലന്ന വീഡിയോസ് ഒക്കെ കാണും. അമ്മ കാണുന്ന മാത്രമല്ലായിരുന്നു, അതിലെ കമന്റ്സ് ഞങ്ങളോട് വന്ന് പറഞ്ഞ് ഞങ്ങളെ കൂടെ ബുദ്ധിമുട്ടിപ്പിക്കുമായിരുന്നു. അനിയത്തി പണിക്ക് വേറെ ഒന്നും ചെയ്യണില്ല, അവള് പഠിക്കാൻ നോക്കണില്ല, അവളുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതായിട്ടൊന്നും ചെയ്യുന്നില്ല, ചുമ്മാ വീട്ടിൽ ഇരിക്കുന്നു എന്നതിൻ്റെ അപ്പുറത്ത് കുറച്ച് അഫയേഴ്സ് തുടങ്ങി. അതായത് അവിടെ ഒരു കണക്ഷൻ, അപ്പോൾ ഇപ്പുറത്തൊരു കണക്ഷൻ തുടങ്ങിയപ്പം മറ്റേ കണക്ഷനെ കട്ട് ചെയ്യുന്നു. അതിനകത്ത് ഇവളുടെ തലയിൽ കാര്യങ്ങൾ, അതായത് അവൾക്ക് ആദ്യത്തെ റിലേഷൻ കൊണ്ട് നമുക്കറിയാവുന്ന ആദ്യത്തെ റിലേഷൻ കേട്ടോ, അതുകൊണ്ട് സൈക്കോളജിക്കൽ ബുദ്ധിമുട്ടുകൾ വന്നപ്പം അവളെയും കൊണ്ട് ആശുപത്രി പോയി, ആശുപത്രി കാണിച്ചിട്ട് ഡോക്ടറിനെ കൊണ്ട് പറയിച്ചെന്ന് അത് വിടണമെന്ന്. വല്ല അറിയാവുന്ന കാര്യമാണ് ഇതൊക്കെ. തലയിൽ വെറുതെ നിന്റെ തലയിലാക്കി. ഞാൻ അതിലൊന്നും ഇടപെട്ടിട്ട് പോലും ഇല്ല. എന്നിട്ട് അത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഓർത്തുന്ന ഓക്കെ ശരി ആയിക്കോട്ടെ, അവളെ ഒരെണ്ണം ഡീലെങ്കിൽ ഡീൽ ചെയ്യട്ടെ. അപ്പോൾ അത് തീരുന്നതിന് മുന്നേ അടുത്ത സെറ്റ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. പക്ഷെ അവനവന്റെ കാര്യം അല്ല, അങ്ങനല്ലേ. ഞാൻ അത്രയും കാലം കണ്ടപ്പോൾ അമ്മയ്ക്കും അനിയത്തിക്കും ചെലവിന് കൊടുക്കാൻ വേണ്ടിയിട്ട് അവന് വയ്യ, പൈസ കാണത്തില്ല. ഇപ്പം വീഡിയോസ് ഒന്നും അധികം വൈറലാകുന്നില്ലല്ലോ. അപ്പം ചെലവിന് കൊടുക്കാൻ വയ്യാത്തത് കൊണ്ട് ഇങ്ങനൊരു നാടകം കളിച്ചു. എനിക്ക് ഈ വ്യൂവേഴ്സിനോടും സബ്സ്ക്രൈബേഴ്സിനോടും ഒക്കെ ഒറ്റ അപേക്ഷയുള്ളൂ, ദയവ് ചെയ്ത് ഇവൻ്റെയൊക്കെ വീഡിയോ പോയി കണ്ടിട്ട് അവനൊക്കെ ഫോർച്യൂണർ വാങ്ങിക്കുന്ന പൈസ ഉണ്ടാക്കി കൊടുക്കരുത്. അവനൊന്നും ഫോർച്യൂണർ കൊടുക്കരുത്. ഡിസേർവിങ് ആയിട്ടുള്ള ആൾക്കാരുടെ വീഡിയോസ് കാണുക, ക്വാളിറ്റി ഉള്ള വീഡിയോസൊക്കെ കൊടുക്കുന്ന ആൾക്കാരുടെ വീഡിയോസ് കാണുക. അല്ലാതെ ഇതുപോലെ വൃത്തിയില്ലാഞ്ഞിട്ടും വൃത്തി അഭിനയിച്ച് നടക്കുന്ന ഇത്തരം പൊട്ടന്മാരുടെ ഒന്നും വീഡിയോസ് ദയവ് ചെയ്ത് പോയി കാണാതിരിക്കുക. സമൂഹത്തിന് തന്നെ ആപത്താണ് ഇവരൊക്കെ. സത്യമല്ലേ? സ്വന്തം പെങ്ങളെ കുറിച്ച് വന്ന് പറയുവാണ്. ഏതെങ്കിലും ആങ്ങളമാര് ചെയ്യുന്നതാണോ? അയലത്തെ പെങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ അപ്പുറത്തും ഇപ്പുറത്തുള്ള കൂട്ടുകാരികളെ കുറിച്ചോ അങ്ങനെയൊന്നും അല്ല പറഞ്ഞത്. സ്വന്തം പെങ്ങളാണ്, കൂടപ്പിറപ്പാണ്, അത് മനസ്സിലാക്കിക്കോണം. ഈ നമ്മളിപ്പോൾ നമ്മുടെ പെങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ അമ്മയോ അച്ഛനോ ഒക്കെ എന്ത് തെറ്റ് ചെയ്ത് കഴിഞ്ഞാലും മാക്സിമം നമ്മളത് ഹൈഡ് ചെയ്യും. ഓക്കെ, അവരെ അത്ര രീതിയിലൊന്നും നമ്മൾ കുറ്റം പറയത്തില്ല. ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ ഫാമിലി വ്ളോഗേഴ്സിന്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ അവർ അച്ഛനും അമ്മയും അനിയത്തിയും എല്ലാവരോടും ഒന്നിച്ചാണ് ജീവിക്കുന്നത്. അപ്പോൾ അവർ ഒന്നിച്ച് ജീവിക്കുന്നത് കൊണ്ട് തന്നെ എങ്ങാനും ഫാമിലിയിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറേണ്ടി വന്നു കഴിഞ്ഞാൽ ചോദ്യം വരും, വ്യൂവേഴ്സിന്റെ ഭാഗത്തുനിന്ന് ചോദ്യം വരും. അപ്പോൾ അവർക്ക് പറഞ്ഞേ പറ്റത്തുള്ളൂ. ഇയാളുടെ കാര്യത്തിൽ ഇയാൾക്കിത് പറയേണ്ട ഒരു ആവശ്യമില്ല. ഫാമിലിയിൽ നടന്ന ഈ വഴക്ക് ഇയാൾക്ക് വന്ന് യൂട്യൂബിൽ പറയേണ്ട ഒരു ആവശ്യവുമില്ല. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അത് യൂട്യൂബിലേക്ക് വലിച്ചിട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അയാളുടെ ലക്ഷ്യം ഒന്ന് മാത്രമാണ്, വ്യൂസിലൂടെ പൈസ ഉണ്ടാക്കണം, അതിലൂടെ പല നേട്ടങ്ങളും ഉണ്ടാക്കണം. വീട്ടിൽ പ്രശ്നമാണ്, വീട്ടിൽ വലിയ വഴക്കാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, മക്കൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടി, അമ്മ അതിൻ്റെ ഇടയ്ക്ക് മകളെ മാത്രം സപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ അമ്മയോടൊരു ഹേറ്റ് വരും, അനിയത്തിയോടൊരു ഹേറ്റ് വരും, ഇവനോടൊരു സിമ്പതി തോന്നും. ആ സിമ്പതിയുടെ പേരിൽ ആൾക്കാർ വീഡിയോസ് കാണും, വ്യൂസ് കൂടും, അവസാനം ഫോർച്യൂണർ വാങ്ങിക്കാൻ പറ്റും, വേണമെങ്കിൽ ബിഗ് ബോസ് വരെ കയറാൻ പറ്റും. അപ്പോൾ വ്യൂവേഴ്സ് ദയവ് ചെയ്ത് അവൻ്റെ ആ ഒരു ലക്ഷ്യം നിറവേറ്റി കൊടുക്കരുത്, മണ്ടന്മാരാവരുത്.